CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം 300 കടന്നു. 107 മൃതദേഹം തിരിച്ചറിഞ്ഞു. 116 മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി. 4ാം ദിനവും തെരച്ചിൽ തുടരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീധന്വന്തരി ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രാങ്കണത്തിൽ കുളത്തിന് സമീപമുള്ള നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ആൽമരമാണ് ഇന്നു പുലർച്ചെ 3:45 കടപുഴകി വീണത്. മഴക്കെടുതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻകരുതലെടുക്കുന്നതിനായി ഗുരുവായൂർ നഗരസഭയിൽ യോഗം ചേർന്നു. ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വയനാടിനെ കൈത്താങ്ങായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആദ്യ ഘടുവായി 10 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് COA നൽകിയത്. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആഗസ്റ്റ് 4 ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് MLA AC മൊയ്തീൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവരുടെ വീടുകൾ പഞ്ചായത്ത് അധികൃതരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വീടുകളുടെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും നടത്തി. തോടുമൂടി റോഡാക്കി രൂക്ഷമായ വെള്ളക്കെട്ടിൽ വലഞ്ഞ് വേലൂർ തയ്യൂർ മടപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ വീടുകളിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2003-2005 ഹയർ സെക്കൻഡറി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആറ്റുപുറം പരൂർ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന വീടുകളിൽ സന്ദർശനം നടത്തി. കടവല്ലൂർ, വില്ലന്നൂർ, കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകവാവു ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പൊന്നിയൂർക്കുളത്തെ പരൂർ, ചമ്മന്നൂർ പ്രദേശങ്ങളിൽ മഴക്കെടുതിയിൽ വെള്ളം കയറിയ വീടുകൾ BJP പ്രവർത്തകർ സന്ദർശിച്ചു. കടലിൽ ഒഴുകിപ്പോയിരുന്ന പോത്തിനെ രക്ഷിച്ച് ബ്ലാങ്ങാട് ബീച്ചിലെ ബിസ്മി വള്ളത്തിലെ തൊഴിലാളികൾ. മണലൂർ സേവാഭാരതി വയനാട് ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് വിതരണം ചെയ്യുന്നതിനായി തൃക്കുന്നത്ത് ക്ഷേത്ര പരിസരത്ത് ഉൽപ്പന്ന സംഭരണ കേന്ദ്രം തുറന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ച് കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. കടവല്ലൂർ പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകവാവു ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. BJP പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് താമസം മാറിയ കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ കൈമാറി. കർക്കിടക മാസ പുണ്യവുമായി മുണ്ടത്തിക്കോട് കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രമൊരുങ്ങി. പൗരാണിക ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രത്തിലെ വാവാഘോഷങ്ങൾ ശനിയാഴ്ച നടക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.